ശിവപ്രസാദ് സാർ നമസ്കാരം. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു എക്സ്ക്ലൂസീവ് പോലൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. സത്യത്തിൽ മലയാളിയുടെ ചുണ്ടിലും ചിന്തയിലും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസമായി നിൽക്കുന്ന ഒരു ആലോചന തന്നെയാണത്. പക്ഷേ എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ സോണിയാഗാന്ധി നേരിട്ട് ജോസ് കെ മാണിയെ വിളിച്ചിരിക്കുന്നു. എന്നിട്ട് അവരുടെ ഇപ്പോൾ മാണി സാറും ഒക്കെ ആയിട്ടുള്ള ആത്മബന്ധം പറയുകയും ഒടുവിൽ രാജ്യത്തെ രക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൂടി പിന്തുണച്ച് അങ്ങ് UDFന്റെ ഫോൾഡിലേക്ക് മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്ത. ഇതിന് ഉപോത്ബലകമായ ചില ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഈ LDFന്റെ ലൈസൺ കമ്മിറ്റി മീറ്റിങ്ങിൽ കേരള കോൺഗ്രസ് പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല വളരെ കൊട്ടിഘോഷിച്ച് ഈ ഇലക്ഷന്റെ തൊട്ടു മുമ്പ് രണ്ടാം പിണറായി ഭരണത്തിന്റെ അവസാന കാലത്ത് പിണറായി തന്നെ നേതൃത്വം നൽകിയ കേന്ദ്രവിരുദ്ധ സമരം തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ നടക്കുമ്പോൾ ആ സമരത്തിലും ജോസ് കെ മാണി മാത്രമില്ല എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രചാരണ ജാഥയിലെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചപ്പോൾ അതിൽ ഒന്നിനെ നയിക്കുന്നത് ഗോവിന്ദൻ മാഷാണെങ്കിൽ രണ്ടാമത്തേതിനെ നയിക്കുന്നത് ബിനോയ് വിശ്വമാണ്. മൂന്നാമത്തെ ജാഥയെ തെക്കൻ മേഖലാ ജാഥയെ നയിക്കേണ്ടത് ജോസ് കെ മാണിയാണ്. ആ ജോസ് കെ മാണി തെക്കൻ മേഖലയിൽ തിരുവനന്തപുരത്ത് നടന്ന ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ജോസ് കെ മാണി UDFലേക്ക് തിരിച്ചു വരുന്നു എന്ന് മാത്രമല്ല, ജോസ് കെ മാണിക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നടന്ന വമ്പിച്ച തിരിച്ചടിയുണ്ട്. ജോസ് കെ മാണിക്ക് LDFനകത്ത് നിന്നിട്ട് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന ഒരു റീഡിംഗ് ഉണ്ട്. അതിനകത്തും പുറത്തും ഉണ്ട്. ഒപ്പം ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. കത്തോലിക്ക സഭ എന്തോ BJPയെ വലിയ തോതിൽ സഹായിക്കും എന്നൊരു പ്രതീക്ഷ സമീപകാലത്ത് തെറ്റിയിട്ടുമുണ്ട്. സഭ വളരെ പ്രത്യക്ഷമായി തന്നെ, പ്രത്യേകിച്ച് ദീപിക മുഖപ്രസംഗമൊക്കെ അതിരൂക്ഷമായ ഭാഷയിലാണ് NDAക്കും BJPക്കും എതിരായി തിരിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സഭയുടെ കൂടി നിർദ്ദേശപ്രകാരമോ ഒത്താശപ്രകാരമോ ആകുമോ? ചോദ്യം ഇതാണ്. ജോസ് കെ മാണി UDFലേക്ക് തിരിച്ചു വരുമോ? സാർ എങ്ങനെ കാണുന്നു? പക്ഷേ കുറച്ചേറെ ദിവസങ്ങളായി ഇത് അന്തരീക്ഷത്തിൽ ഉണ്ട്. മാത്രമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് അവരുടെ അവനാഴിയിലെ എല്ലാ ആയുധങ്ങളും എടുത്ത് 2026 നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ആയുധങ്ങളും അവരെടുത്ത് പെരുമാറുകയാണ്. കാരണം കേരളം നഷ്ടപ്പെട്ട കാലത്തെ അവസ്ഥ അവർക്ക് ഭംഗിയായിട്ടറിയാം. മാത്രമല്ല ഇപ്പോൾ സോണിയാഗാന്ധി വിളിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികവും കേരളത്തിൽ നിന്ന് തന്നെ സോണിയാഗാന്ധിയെ ഇടപെടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലുണ്ടാവും. മാത്രമല്ല എനിക്കെപ്പോഴും അതിശയകരമായി തോന്നുന്നത് ഈ പലപ്പോഴും KM മാണി എന്ന് പറയുന്ന മനുഷ്യൻ ആ മണ്ഡലം കാത്തു സൂക്ഷിച്ചതും പിന്നീട് കേരളത്തിൻ്റെ മന്ത്രിയായിട്ട് എത്രയോ നാളദ്ദേഹം അരങ്ങ് വാണതും പിന്നീട് അദ്ദേഹത്തെ ഇടതുപക്ഷം ബജറ്റ് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ നടുത്തളത്തിലിറങ്ങി ആ കേരളത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഭീകരമായിട്ട് ആക്രമിച്ചു ആ KM മാണി കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്കും മകൻ വളരെ അതൊക്കെ രാഷ്ട്രീയമായ ഒരു പിന്നെ നിലനിൽപ്പിന്റെ ഭാഗം കൂടിയായിരിക്കാം. പക്ഷെ എന്നാലും അത് കടന്ന കൈ സത്യത്തിൽ രണ്ട് മക്കളെ കുറിച്ചാണ് എനിക്ക് അങ്ങനെ തോന്നാറുള്ളത്. ഒന്ന് ജോസ് കെ മാണിയെ കുറിച്ചാണെങ്കിൽ ഒന്ന് MV നികേഷ് കുമാർ. ഞാനത് പറയാൻ വരികയായിരുന്നു. CPMന്റെ ഏറ്റവും ഭീകരമായ ഇരയായ രണ്ടുപേരാണ്. മണിസാറിനെ പോലെ ഹൈ കാലിബറുള്ള ഒരാൾ, ഒരുപക്ഷെ അതിനേക്കാൾ കാലിബറുള്ള ഒരാളായിരുന്നു MV രാഘവൻ. ഈ രണ്ടുപേരെയും CPM ഉപദ്രവിച്ചത് കണ്ടു നിന്ന രണ്ട് മക്കളാണ്. മരണത്തിന്റെ ചൂടാറും മുമ്പേ CPMനെ സഹായിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് കൗതുകം നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ്. നന്ദികേടുമാണ്. അത് കേരളം പലപ്പോഴും അത് വിലയിരുത്താറുണ്ട്. ഇപ്പോൾ പാലാ മണ്ഡലം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥ വരികയാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സിനഡ് നടക്കുന്ന വേളയിൽ VD സതീശൻ എത്തിയിരുന്നു. അപ്പോൾ ഇത് കുറച്ചു കാലമായി ഇതിനുള്ള ചരടുവലികൾ നടക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഡു ഓർ ഡൈ എല്ലാ പേർക്കുമുണ്ട്. കോൺഗ്രസിനുമുണ്ട്, UDFന്റെ മുന്നണിക്കുണ്ട്, LDFനുണ്ട്. അപ്പോൾ കൈവിട്ട കളിക്ക് ഒരുപക്ഷെ പിണറായി വിജയൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഒരു ഡീലിന് ഒരുങ്ങിയാൽ ഒരുപക്ഷെ അത് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് വരികയും ഒരു 1-2 സീറ്റിനോ അല്ലെങ്കിൽ 3-4 സീറ്റിനോ ഒക്കെ ഭരണം കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ കൂടി 5 കൊല്ലം വെളിയിൽ നിൽക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എല്ലാ തന്ത്രങ്ങളും എടുത്തിട്ട് ഒരുപക്ഷെ ഈ ശ്രേയംസ് കുമാർ അല്ലെങ്കിൽ ജോസ് കെ മാണി കിട്ടാവുന്ന പരമാവധി ആൾക്കാരെ ഈ മുന്നണിയിലേക്ക് എന്നാണ് എൻ്റെ ഒരു ചിന്ത.
ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ കൂടെ ഇതിനനുകൂലമായിട്ട് ഇന്നലെ ഒരു അനുബന്ധ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി PMA സലാമിൽ നിന്നാണ്. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നു, ജോസ് കെ മാണി UDF വന്നാൽ സ്വീകരിക്കുമോ? അദ്ദേഹം പറയുന്നു, 4 കൈ നീട്ടി സ്വീകരിക്കും, ഞങ്ങൾ എപ്പോഴും ഈ മുന്നണി വിപുലീകരിക്കാൻ കാത്തിരിക്കുകയാണ്. അതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, UDF രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കൂടി പച്ചക്കൊടി കാണിക്കുന്നു എന്നാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, UDF ഈ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു മുൻകൈ, ഒരു ആത്മവിശ്വാസമായി ആ മുന്നണിക്കകത്ത് ഇപ്പോഴും വന്നിട്ടില്ല. ഇനിയും ആരെങ്കിലുമൊക്കെ വന്നെങ്കിലേ ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പുള്ളൂ എന്ന രീതിയിലാണോ UDF ചിന്തിക്കുന്നത്? അവരുടെ കോൺഫിഡൻസിൽ എനിക്ക് അങ്ങനൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാറേ. ഏതെങ്കിലും കാരണവശാൽ ഒരു 3-4 സീറ്റ് ആണ് ഒരു പക്ഷേ BJPക്ക് കൂടിപ്പോയാൽ 2 സീറ്റ്, പക്ഷേ ആ 2 പോലും കിട്ടിയില്ല എന്നും വന്നേക്കാം. അപ്പോൾ അവരേതെങ്കിലും സാഹചര്യങ്ങളിൽ ഒരു 3-4 സീറ്റ് പിടിക്കേണ്ട ഒരു അവസ്ഥ വരികയും കോൺഗ്രസിന് ഭൂരിപക്ഷത്തോട് അടുത്ത് മാത്രം എത്താനുള്ള ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞ് വരുന്നതെങ്കിൽ അത് വലിയ അപകടം സൃഷ്ടിക്കും. അപ്പം അതുകൊണ്ടായിരിക്കണം, ഇതൊക്കെ കണ്ടിട്ടാകണം സ്വാഭാവികമായിട്ടും ഇത് നമ്മളൊക്കെ ഈ ചർച്ച ചെയ്യുമ്പോഴും ഇതിൻ്റെ അണിയറയിൽ ഇതെല്ലാം ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, ഗെയിം ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ആ ഫിക്സേഷന് ഒരു ന്യായീകരണം കൂടി വേണമല്ലോ. അപ്പോൾ അത് മെല്ലെ മെല്ലെ പടുത്തുയർത്തി ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ ഇനി എനിക്ക് വേറെ മാർഗമില്ല എന്നൊരു ആൾക്കാർ ചോദിക്കുമ്പോൾ വോട്ടേഴ്സ് എന്തായാലും ചോദിക്കും. തീർച്ചയായിട്ടും മാണി സാറിന്റെ മോനെ ഇതൊരു ന്യായമാണല്ലോ. സോണിയാജി വിളിച്ചിരിക്കുന്നു, മാഡം വിളിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഒരു ന്യായം പറയാം. തീർച്ചയായിട്ടും വാർത്തകളും ഒരു പക്ഷേ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ച ചില അജണ്ടകൾ നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങളോ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു രണ്ടാമത്തെ ഇഷ്യൂ, ഇത് ഏറ്റവും വലിയ അടി കിട്ടുന്നത് സത്യത്തിൽ ഇപ്പോൾ LDF നിന്നൊരു ഘടകകക്ഷി പോയി UDF ചേരുന്നത് കൊണ്ട് അടി കിട്ടേണ്ട ഒരു കക്ഷിയല്ല NDA അല്ലെങ്കിൽ കേരളത്തിലെ BJP. കേരളത്തിലെ BJPക്ക് പക്ഷേ ഇതൊരു വലിയ ആഘാതം ഉണ്ടാക്കും. 2 കാരണം കൊണ്ട്. ഒന്ന്, BJP ഉള്ളിൽ ആഗ്രഹിക്കുന്നത്, ന്യായമായും ആഗ്രഹിക്കേണ്ടത്, ദേശീയ തലത്തിൽ അവരുടെ ശത്രു കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി പരാജയപ്പെട്ടാൽ മതി. അത് LDF ഭരിച്ചാൽ പോലും കുഴപ്പമില്ല, കോൺഗ്രസ് ഭരിക്കരുത്, കോൺഗ്രസ് മുക്ത കേരളം, അതായിരിക്കണല്ലോ അവരുടെ അജണ്ട. അതിന് പരിക്കേൽക്കുന്ന ഒരു തീരുമാനമാണ്. പ്രത്യക്ഷമായി LDF നിന്നൊരു ഘടകകക്ഷി പോയി UDF ചേരുന്നു. അതിനേക്കാളും മാരകമായ ഒന്നാണ് മുസ്ലിം വിരുദ്ധത ഒരു മുഖമുദ്രയായി സൂക്ഷിച്ചുകൊണ്ടാണ് BJP ആൾ ഇന്ത്യ തലത്തിൽ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലും അത് തന്നെയാണ് അജണ്ട. കേരളത്തിൽ ഏതാണ്ട് LDFന്റെയും NDAയുടെയും അജണ്ട അതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ധാരണയിൽ പോകാമെന്ന് ധരിക്കുന്ന സമയത്ത് മറ്റൊരു അജണ്ട കൂടി പ്രത്യക്ഷമായി പുറത്തു വരുന്നുണ്ട്. അതെന്താണ്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടി ഹിന്ദു യൂണിറ്റിയുടെ കൂടെ ചേർത്തുകൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധമായ പൊളിറ്റിക്സ്, ഒരു ഇസ്ലാമോഫോബിക് പൊളിറ്റിക്സ് ആയിട്ട് മുന്നോട്ട് പോകാമെന്നൊരു ധാരണയിൽ ഏതാണ്ട് BJPയും ഇടതുപക്ഷവും ഏതാണ്ട് ഒരുപോലെ എത്തി നിൽക്കുന്ന സമയത്താണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആശീർവാദത്തോടു കൂടി മാത്രം രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന കേരള കോൺഗ്രസ് നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. ഞങ്ങൾ BJPയുടെ കൂടെയും ഇല്ല, ഏതാണ്ട് സമാനമായ നയം സമീപകാലത്ത് സ്വീകരിച്ചു വരുന്ന ഇടതുപക്ഷത്തിൻ്റെയും കൂടെ ഇല്ല എന്നൊരു നിലപാടെടുക്കുന്നത് ആത്യന്തികമായി BJPയുടെ മുന്നേറ്റത്തെ തന്നെയല്ലേ ബാധിക്കുക കേരളത്തിൽ? ഉറപ്പായും. പക്ഷേ ഇപ്പോഴും ഈ ബെനിഫിറ്റ് ബേസ്ഡ് പൊളിറ്റിക്സ് ആണ് പലപ്പോഴും കേരള കോൺഗ്രസ് കളിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ BJPക്ക് എപ്പോഴും BJP തോൽക്കുന്നത് മുസ്ലിം വോട്ടുകൾ കൊണ്ടല്ല. നേരിയ വോട്ടുകളെങ്കിലും പല മണ്ഡലങ്ങളിലും ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ കിട്ടിയാൽ BJPക്ക് അത് ഇപ്പോഴും ഗുണകരം തന്നെയാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇവർ അരമനകളിലും മറ്റും കയറിറങ്ങുകയും കേക്ക് കൊടുത്തുമൊക്കെ. പക്ഷേ പ്രത്യക്ഷത്തിൽ അത് അവർ അനുഭവിച്ച് കണ്ടില്ല. ഒരിക്കൽ കൈവിട്ട് പോയാൽ UDFനോടൊപ്പം നിന്ന് ഈ ക്രിസ്തീയ വിഭാഗങ്ങളുടെ വോട്ട് ഒരിക്കൽ കൈവിട്ട് പോയാൽ അതിൻ്റെ സുഖ സംവിധാനങ്ങൾ, ഇപ്പോൾ ഡബിൾ എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ സുഖ സംവിധാനങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു 10-15 കൊല്ലത്തേക്ക് ഒരു പക്ഷേ ഈ വോട്ടുകൾ തിരികെ പിടിക്കാതിരിക്കുകയാണെങ്കിൽ UDFന് ഭരണത്തിലേക്ക് എത്താനും കഴിയില്ല. സ്വാഭാവികമായിട്ടും ഈ ചിന്തകളാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തെ നയിക്കുന്നത്. സ്വാഭാവികമായി UDF അങ്ങനെ ചിന്തിക്കുന്നില്ല. രാഷ്ട്രീയമായി തെറ്റ് പറയാൻ കഴിയില്ല, കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അവർ സ്വാഭാവികമായിട്ടും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കോൺഗ്രസ് ഭരിച്ച് ഇപ്പോൾ രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരൊക്കെ വരുന്ന സമയത്ത് കോൺഗ്രസ് ഭരിച്ച് ആകപ്പാടെ അഴിമതി കുളമാക്കിയ സ്ഥലങ്ങളിലൊക്കെയാണ്, ആ ചെളി ഉള്ള സ്ഥലങ്ങളിലാണ് താമര വിരിഞ്ഞ നോക്കിയാൽ കാണാം വളരെ കൃത്യമായി തന്നെ. അതെ, അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി, ഈ കേരള കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം LDF ആണ്, LDFന്റെ കൂടെ നിന്നതാണ് എന്ന റീഡിംഗ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ശരിയായിരിക്കുമോ?
ഈ അച്ഛൻ്റെ കാലിബറിൻ്റെ 7 അയലത്ത് വെക്കാൻ കൊള്ളാത്ത മക്കൾ രാഷ്ട്രീയം വഴി പാർട്ടിയെ നയിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പതനം കൂടി ലീഡർഷിപ്പിൻ്റെ ഒരു ജീർണത കൂടി ആയിക്കൂടെ അത് അതിൻ്റെ? പക്ഷേ അത് ഉറപ്പായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ കോൺഗ്രസ് ഇപ്പം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധികളിലൊന്നെന്ന് പറയുന്നത് ഈ KM മാണി അല്ലെങ്കിൽ എത്രയൊക്കെ നമുക്ക് തള്ളി പറയാമെങ്കിൽ കൂടിയും ഇപ്പോൾ TM ജേക്കബ് ഇങ്ങനെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ചില നേതാക്കളുടെ അഭാവം അവിടെ ആയിരുന്നു. ആ പ്ലേസിലേക്ക് വന്നിരിക്കുന്നത് ഈ മക്കളാണ്. ഈ മക്കളെ കൊണ്ട് ഈ അച്ഛൻ നടത്തിയിരുന്നത് പോലെയുള്ള ഇടപാടുകൾ നടത്താനുള്ള സ്വാധീനം ചെലുത്താനുള്ള കഴിവ് അവർക്ക് താരതമ്യേന എന്നുള്ളതല്ല, വളരെ കുറവാണ്. അതും കൂടി ഇപ്പോൾ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ KM മാണി, ബാലകൃഷ്ണപിള്ള, TM ജേക്കബ് എന്ന് പറഞ്ഞിരുന്ന ഒരു പറ്റം ആൾക്കാർ, അവർക്ക് പക്ഷേ മറ്റ് ചില കുറവുകൾ രാഷ്ട്രീയമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ കൂടി ആ ഗണത്തിൽപ്പെടുന്ന നേതാക്കളുടെ കുറവ് മക്കൾ വിഭാഗം പരിഹരിച്ചിട്ടില്ല. അവസാനമായി ഒറ്റ ചോദ്യം കൂടി. UDF-ൽ ഓൾറെഡി ഒരു കേരള കോൺഗ്രസ് ഉണ്ട്. അതും PJ ജോസഫിനെ പോലെ തലമുതിർന്ന നേതാവ്. എന്തൊക്കെ ദൗർബല്യങ്ങളും പരാതികളും ഒക്കെ ഉണ്ടെങ്കിലും ജോസ് കെ മാണിയുടെ അച്ഛനേക്കാൾ മുതിർന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ ഒരു അനിഷ്ടത്തോടു കൂടി ജോസ് കെ മാണിയെ UDF-ലേക്ക് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ നില വീണ്ടും പരിങ്ങല്ലാവാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തന്നെ പണിയെടുക്കും എന്നും പ്രതീക്ഷിക്കണ്ടേ? അധികാരം മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് എല്ലാവിധ വിട്ടുവീഴ്ചയ്ക്കും അവർ ഇല്ലെങ്കിൽ ഇതുവരെ മറ്റൊരു പിടി അവിടെ തീരും. ആണല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ജോസ് കെ മാണി ഇനിയിപ്പോൾ കാത്തു നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം ഒടുവിലത്തെ വിളി വന്നിരിക്കുന്നു. അത് മാഡത്തിൻ്റെ വിളിയാണ്. ഇനി ഞാനിതാ ഒന്നും ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് പോകുന്നതെങ്കിലും സഭയുടെ അനുജ്ഞ എന്ന് പറയില്ലേ, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാക്കാണ്. സഭയുടെ അനുജ്ഞ കൂടി അദ്ദേഹത്തിന് കിട്ടിയിരിക്കണം. അതുകൊണ്ട് ജോസ് കെ മാണി UDF-ൽ ചേരും എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന വാർത്തകളാണ് ഇന്നത്തെ. ഇതെല്ലാം കൂടി നമ്മൾ സമാഹരിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നു. നമുക്ക് നമ്മളെ പറയാൻ പ്രേരിപ്പിക്കുന്നത്, പ്രേക്ഷകരോട് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇതാ ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുന്നു, UDF-ൽ ചേരും എന്ന് തന്നെയല്ലേ? ഉറപ്പായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.